കൗതുക ലേശം കൂടുതൽ. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം, കേട്ടോടെ? എല്ലാവർക്കും എന്നെ മതി. ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. എന്നോട് കളിക്കാൻ ധൈര്യം പാടാ. എന്താണ് ഇത്? സ്വഭാവം നിനക്കൊന്ന് പറഞ്ഞുകൂടാ. പിടിച്ചോ പിടിച്ചോ. അങ്ങോട്ട് വഴിയില്ല, ഇങ്ങോട്ട് വാ. എന്നെ തുടരുത്, ഞാൻ പത്മശ്രീയാണ്, ഞാൻ ഡോക്ടറാണ്. അല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. അവനും മതിലിയോട് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. നിങ്ങൾ പാടാൻ നോക്കി നിൽക്കാൻ സമയം കളഞ്ഞപ്പോ ഈ മതിലൂടെ കൊണ്ടു കെട്ടിയ പണ്ടാ. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ നസ്ലിനും മാത്യു തോമസിനെ പോലെ ആ ഒരു ഏജ് കാറ്റഗറിയാണ് എനിക്കും. കാരണം എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, 25 വയസ്സാണ്. കണ്ടാലും തോന്നും. ഇനിയെങ്കിലും നിനക്ക് ഈ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? നിർത്തണമെന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ? അത്രയ്ക്ക് സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞാൻ എന്ന വ്യക്തിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പബ്ലിക്കിനോട് നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നു? അപ്പൊ 25 വയസ്സിൽ അറിയാണ്ട് വൈറലായി പോയി. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ